ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. In the name of Allah, the Beneficent, the Merciful. جدد حياة القلب بالقرآن. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام الأتمان الأكملان على مبعوث رحمة للعالمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ സുത്യർഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ റമദാൻ ക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാവുക എന്ന ഏറെ കാലികമായ ഒരു വിഷയസംബന്ധിയായി അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സർവശക്തൻ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അനേകായിരം അനുഗ്രഹങ്ങളുടെ പറുദീസയായിട്ടാണ് പടച്ച തമ്പുരാൻ ഈ ഭൂമിലോകത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആകാശഭൂമികൾക്കിടയിലുള്ളതൊക്കെയും മനുഷ്യന് സൗഖ്യ ജീവിതം നൽകുന്ന ഉപാധികളായിട്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മെ തെര്യപ്പെടുത്തുന്നത്. അള്ളാഹുവിന്റെ ഓരോ അനുഗ്രഹങ്ങളും ആഴമറിഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് പടച്ചവന് പടപ്പുകളോടുള്ള സ്നേഹമസർണതയുടെ രുചി അറിയാനാവുന്നത്. ആ തിരിച്ചറിവിൽ നിന്നും ഉത്ഭവിക്കുന്ന ശുക്രിന്റെ വർത്തമാനങ്ങളും പ്രവൃത്തികളുമാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് കരുത്ത് നൽകുന്നതും നിറം നൽകുന്നതും. എന്നാൽ അതേ തലത്തിൽ നിന്നും ഉയർന്നു വരുന്ന അനുഗ്രഹ നിഷേധത്തിന്റെ വർത്തമാനങ്ങളും ചെയ്തികളുമാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് കറുപ്പേകുന്നതും കറ പിടിപ്പിക്കുന്നതും. അള്ളാഹുവിന്റെ ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി ചെയ്യുക എന്നത് നമ്മുടെ കടമയും കടപ്പാടുമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാതെ മുഖം തിരിഞ്ഞ് നടന്ന ഒട്ടനവധി സമുദായങ്ങളുടെ ദാരുണാന്ത്യത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ എമ്പാടും പ്രതിപാദിക്കുന്നുണ്ട്. എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെ അഷ്ടദിക്കുകളിൽ നിന്നും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ സമൃദ്ധിയായി പെയ്തിറങ്ങിയ ഒരു നാട്ടിൽ അനുഗ്രഹ നിഷേധത്തിന്റെ വർത്തമാനങ്ങളും പ്രവൃത്തികളും വളർന്നു വന്നപ്പോ പട്ടിണിയും പരിവട്ടവും വേനലും വരൾച്ചയും നൽകിയ കഥയാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യേണ്ടതിന്റെ ഏറ്റവും വലിയ ഉത്തമ മാതൃക അത് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. തന്റെ കാലിൽ നീര് വരുന്നത് വരെ നിന്ന് നമസ്കരിക്കുന്നത് കണ്ട പ്രവാചകനോട് അങ്ങയ്ക്ക് സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതുമായ എല്ലാതും അള്ളാഹു പുറത്തു തന്നതാണല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ച ആയിഷ ബീവിയോട് ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടയോ ആയിഷ റളിയല്ലാഹു അൻഹ എന്നായിരുന്നു പ്രവാചകന്റെ മറുപടി. ഒരു കുതിര തന്റെ യജമാനനോട് കാണിക്കുന്ന അനുസരണയുടെ കഥ പറഞ്ഞതിന് ശേഷം വലാദിയാത്ത് സൂറത്തിലൂടെ വിശുദ്ധ ഖുർആൻ ചില വസ്തുതകൾ നമ്മോട് ബോധിപ്പിക്കുന്നുണ്ട്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, നിശ്ചയമായും മനുഷ്യൻ തന്റെ യജമാനനോട് മോട്ട് കാണിക്കുന്നവനാണ് എന്ന്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്താലുള്ള പ്രതിഫലത്തെക്കുറിച്ചും നന്ദികേട് കാണിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി ചെയ്യുകയാണെങ്കിൽ ആ അനുഗ്രഹങ്ങളെ ധാരാളമാക്കി തരും. അതല്ല, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ അതിഭയാനകരമാണ് എന്നതാണ് ഖുർആൻ. ഏറെ പ്രിയപ്പെട്ടവരെ, സമ്പത്തും സന്താനവും ആരോഗ്യവും സമയവുമെല്ലാം അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച് അള്ളാഹുവിന് തിരിച്ചു നൽകാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സമ്പത്ത് അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. നമ്മുടെ ആരോഗ്യം പാവപ്പെട്ടവരുടെ, ദുർബലരുടെ, അശരണരുടെ, ബലഹീനരുടെ ഒക്കെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനായി, അവരെ സഹായിക്കുന്നതിനായി നമുക്ക് നിർവഹിക്കാൻ പറ്റണം. നമ്മുടെ സന്താനങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പറഞ്ഞയക്കാനും പഠിപ്പിക്കാനും നമുക്ക് സാധിക്കണം. അങ്ങനെ
ആ അനുഗ്രഹങ്ങളെയൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച് അള്ളാഹുവിന് തിരിച്ചു നൽകുമ്പോഴാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി നമുക്ക് മാറിത്തീരാൻ സാധിക്കുക. ഒരു സംഭവം ഓർത്തു പോവുകയാണ്. മഹാനായ ഉർവ റളിയല്ലാഹു അൻഹു തന്റെ സമുദായത്തോട് ഘോരമായി പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്തെക്കുറിച്ചും ആ അനുഗ്രഹങ്ങൾ അള്ളാഹുവിന് തിരിച്ചു നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും മഹാനായ ഉർവ റളിയല്ലാഹു അൻഹു പ്രസംഗിച്ചു കൊണ്ടിരിക്കവേ ആ സദസ്സിലേക്ക് ഒരു കെട്ട് കൊണ്ടുവരപ്പെട്ടു. ആ കെട്ടിൽ നിന്നും കിട്ടിയ കത്തിൽ ഇങ്ങനെ പ്രതിപാദിക്കുന്നുണ്ടായിരുന്നു: ഓ മഹാനായ ഉർവ, അങ്ങ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചും ആ അനുഗ്രഹങ്ങൾ അള്ളാഹുവിന് തിരിച്ചു നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഇങ്ങനെ സംസാരിക്കുമ്പോ അള്ളാഹു എനിക്ക് നൽകിയ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. സമ്പത്തോ സന്താനമോ ഒന്നുമില്ലാത്ത എനിക്ക് അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമാണ് എന്റെ ഈ നീളമുള്ള മുടിക്കെട്ട്. ഞാനിതാ ഈ മുടിക്കെട്ടുകൾ മുറിച്ച് ദീനിനായി അങ്ങയ്ക്ക് തന്നിരിക്കുന്നു, അങ്ങിത് വേണ്ടതുപോലെ ചെയ്യുക എന്ന്. ഇതായിരുന്നു നമ്മുടെ പൂർവികരുടെ ചരിത്രം. അപ്പൊ അള്ളാഹുവിന്റെ ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദിയുള്ളവരായി തീർന്ന് ആ അനുഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച് വിജയം കൈവരിക്കാൻ നമുക്ക് സാധിക്കണം. നാഥൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മൾ ഈ ചെലവഴിച്ച സമയം ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. جدد حياة القلب بالقرآن كي تطمئن الروح بالإيمان واتلوه بالآناء واستمطر به